ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്നുള്ള ഭാഗമായിരുന്നു. അതായത് രണ്ട് രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റും, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. 3 കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കോളം ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, സെക്കൻഡ് കോളം ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, തേർഡ് കോളം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള കോളത്തിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം അണ്ടർ ദിസ് മെത്തേഡ് 2 സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ, ദാറ്റ് ഈസ് ടു സേ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറൻറ്റ് അക്കൗണ്ട്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം ഈച്ച് പാർട്ണർ ഹാസ് ഓൺ അക്കൗണ്ട് വിച്ച് മീൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ദിസ് മെത്തേഡ്. മീൻസ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം 2 അക്കൗണ്ട് തയ്യാറാക്കണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറൻറ്റ് അക്കൗണ്ട്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം ഓരോ പാർട്ണർക്കും ഒരു അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ മതി. അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഡ്രോയിങ്സ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദ കറൻറ്റ് അക്കൗണ്ട് ആൻഡ് നോട്ട് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അതായത് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ കറൻറ്റ് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഡ്രോയിങ്സ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര പോയിന്റ് പറഞ്ഞു? 2 പോയിന്റ്സ് പറഞ്ഞു. ഓക്കെ, ഇനി നോക്കുക. മൂന്നാമത്തത് ഫിക്സ്ഡ് ബാലൻസ്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് റിമെയിൻ അൺചേഞ്ച്ഡ് അൺലെസ് ദർ ഇസ് അഡീഷൻ ടു ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓൾവേസ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഇനി എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? അഡീഷണൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ വിഡ്രോവലോ സംഭവിക്കണം, അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം എന്തായിരിക്കും? ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ്സ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ദ ക്യാപിറ്റൽ അക്കൗണ്ട് മേ സംടൈംസ് ഷോ എ ഡെബിറ്റ് ബാലൻസ് ആൾസോ. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ഡെബിറ്റ് ബാലൻസും കൂടെ കാണിക്കാം. ഇത്രയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്തു നിന്നുള്ള പോയിന്റ്സുകളാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പോയിന്റ് നോക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ലാഭം വീതിക്കുക എന്നുള്ളതാണ്. സോൾ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവിടെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇല്ലാത്തതിനാൽ അവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്നാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനും കൂടി വരുന്നുണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തിയതിന് ശേഷം ഈ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യേണ്ടി വരും? പാർട്ണേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, അല്ലേ? സാധാരണയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ എന്താണ്? അഗ്രീഡ് റേഷ്യോ ആണ്. അഗ്രീഡ് റേഷ്യോ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവണം. ഇനി പാർട്ണർഷിപ്പ് ഡീഡിൽ ഈ അഗ്രീഡ് റേഷ്യോനെ കുറിച്ച് സൈലൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ എക്സെട്ര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ പരിഗണിച്ചിട്ട് വേണം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ടിൻ്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഫോർമാറ്റ് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡെബിറ്റ് കോളം ഉണ്ടാവും, അതേപോലെ ഒരു ക്രെഡിറ്റ് കോളം ഉണ്ടാവും. ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് തുടങ്ങുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. താഴെ കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് കോളത്തിലേക്ക് എഴുതുന്നു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, നമ്മൾ എന്താ
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 പാർട്ണർ ഉണ്ടെന്ന് കരുതുക, എ ബി. ഓക്കെ, എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ബിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യുക, ഔട്ട് കോളത്തിലേക്ക് എഴുതുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റം മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുള്ളൂ, നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി ഡെബിറ്റ് ഭാഗത്തേക്ക് പോവുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എ എന്ന് പറയുന്ന ആൾ പാർട്ണറാണ്, എ എന്ന് പറയുന്ന ആൾ പാർട്ണറാണ്, ബി എന്ന് പറയുന്ന ആളും പാർട്ണറാണ്. അപ്പോൾ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ ഔട്ട് കോളത്തിലേക്ക്, മീൻസ് പാർട്ണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ടാണ് ഔട്ട് കോളത്തിലേക്ക് എഴുതുക. പിന്നെ സാലറി ടു പാർട്ണർ, സാലറി ഏതെങ്കിലും ഒരു പാർട്ണർക്ക് സാലറി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം. അതേപോലെ കമ്മീഷൻ ടു എ പാർട്ണർ, ഏതെങ്കിലും പാർട്ണർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ വരിക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ക്രെഡിറ്റ് ഭാഗം തന്നെ ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു എമൗണ്ട് ബാലൻസ് വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസിങ് ഫിഗർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പാർട്ണർമാർക്കിടയിൽ ഇതാണ് വീതിക്കേണ്ട, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രോഫിറ്റ്. ഇവിടെ കിട്ടുന്ന ഫിഗർ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രോഫിറ്റ്. അതെന്ത് ചെയ്യും, പാർട്ണേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എക്കും ബിക്കും മറ്റുള്ള പാർട്ണേഴ്സിന് എന്ത് ചെയ്യുന്നു, അവരുടെ അഗ്രീഡ് റേഷ്യോയിൽ വീതിക്കുന്നു. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും, ബാക്കി എല്ലാ ഐറ്റും ഡെബിറ്റ് ഭാഗത്താണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ആൻഡ് അതർ റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ബാലൻസ് ചെയ്യുക. എവിടെയാണോ കുറവുള്ളത് അവിടെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് പാർട്ണേഴ്സിൻ്റെ അഗ്രീഡ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, വീതിച്ച് കൊടുക്കുക. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാം. ഓക്കെ, ഈ ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രീസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ എൻട്രി, ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ജേണൽ എൻട്രി 2 കേസ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി എന്തായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇനി ലോസ് ആണെങ്കിലോ, ലോസ് ആണെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോ എ ഡെബിറ്റ് ബാലൻസ്, അതായത് നെറ്റ് ലോസ് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നേരെ മറിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമാറ്റിൽ കൊടുത്തിട്ടില്ല, എന്ത് ചെയ്യാം, ഫോർമാറ്റിൽ വേണമെങ്കിൽ അത് കൊടുക്കാൻ. ലോസ് ആണെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ഭാഗത്ത് വെച്ചിട്ട് തുടങ്ങണം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ അത് മനസ്സിലാവും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓരോ ഐറ്റം, ഇവിടെ പറയുന്ന ഓരോ ഐറ്റംസിനും 2 എൻട്രീസ് ഉണ്ടാകും എന്ന് ശ്രദ്ധിക്കുക. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കാം, മറ്റൊന്ന് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ശ്രദ്ധിക്കുക, 2 എൻട്രി ഉണ്ട്. ഫസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും, പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ചിലപ്പോൾ കറൻറ്റ് അക്കൗണ്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കാം അല്ലേ. കറൻറ്റ് അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കാം, ഇൻട്രസ്റ്റ്, അപ്പോൾ എൻട്രി എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഓർ പാർട്ണേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് എൻട്രി അവിടെ തീർന്നു. സെക്കൻഡ് എൻട്രി ബി, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എൻട്രി, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട 2 എൻട്രിയും അവിടെ തീർന്നു. മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ആദ്യം പാർട്ണർക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു ആദ്യം പാർട്ണറുമായി ബന്ധപ്പെടുത്തി നമ്മൾ ജേണൽ എൻട്രി പറയണം. രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തി നമ്മൾ ജേണൽ എൻട്രി എഴുതണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ്, ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതൊരു ചാർജ്, പാർട്ണേഴ്സിന് എന്താണ്, അതൊരു നഷ്ടമാണ്. പാർട്ണേഴ്സ് എന്ത് ചെയ്യുന്നു, ഫേമിന് കൊടുക്കുകയാണ്, ഫേമിന് കിട്ടുകയാണ്, പാർട്ണർക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യണം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ണേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഇൻഡിവിജ്വലി എന്ന് ബ്രാക്കറ്റ് കാണാം, അത് ഓരോരുത്തരുടെയും എമൗണ്ട് എഴുതലാണ്. ഓക്കെ, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി, അതിൽ ബി എന്താണ്,
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, പാർട്ണേഴ്സ് സാലറി. നാലാമത്തത് പാർട്ണേഴ്സ് സാലറി. അതിലെന്താ പറയുന്നത്? ആദ്യം പാർട്ണേഴ്സ് സാലറി പാർട്ണർക്ക് കിട്ടുകയാണ്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഫോർ ക്രെഡിറ്റിംഗ് പാർട്ണർ സാലറി ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും? സാലറി ടു പാർട്ണർ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഓർ പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ട് വേണം പറയാൻ. ഫോർ ട്രാൻസ്ഫറിങ് പാർട്ണർ സാലറി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ് ടു സാലറി ടു പാർട്ണർ. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ് ടു പാർട്ണേഴ്സ് സാലറി അല്ലെങ്കിൽ സാലറി ടു പാർട്ണർ. നെക്സ്റ്റ് പാർട്ണേഴ്സ് കമ്മീഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തി പറയണം. ഫസ്റ്റ് എൻട്രി ക്രെഡിറ്റ് ചെയ്യാനാണ്. ഫോർ ക്രെഡിറ്റിംഗ് കമ്മീഷൻ ടു എ പാർട്ണർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മീഷൻ ടു പാർട്ണർ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് എൻട്രി ഇവിടെ തീർന്നു. സെക്കൻഡ് എൻട്രി എന്താണ്? ഈ കമ്മീഷൻ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ്. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ ടു പാർട്ണർ. അവിടെ കഴിഞ്ഞു. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ആറാമത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ. ഈ അപ്രോപ്രിയേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രോഫിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട്. അവരുടെ അഗ്രീഡ് റേഷ്യോയിൽ വിധിച്ചെടുക്കുന്നു. അടുത്തത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലോസ് ആണെങ്കിൽ അടുത്ത ലോസ് ആണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത്രയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പാർട്ണേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാർട്ണേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് ചെയ്യാം. അമിത്, ബാബു ആൻഡ് ചാരു സെറ്റപ്പ് എ പാർട്ണർഷിപ്പ് ഫേം ഓൺ April 1st, 2015. They contributed rupees 50,000, rupees 40,000 and rupees 30,000 respectively as their capital and agreed to share profit and loss in the ratio of 3:2:1. Amit is to be paid a salary of rupees 1,000 per month and Babu a commission of rupees 5,000. It is also provided that interest to be allowed on capital at 6% per annum. The drawings for the year were Amit rupees 6,000, Babu rupees 4,000 and Charu rupees 2,000. Interest on drawings of rupees 270 was charged on Amit's drawings, rupees 180 on Babu's drawings and rupees 90 on Charu's drawings. The net profit as per profit and loss account for the year ending 31st March 2015 was rupees 35,660. Prepare the profit and loss appropriation account and partners capital account. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ്റെ മലയാളം ഒന്ന് ശ്രദ്ധിക്കുക. അമിത്, ബാബു, ചാരു ഇവരൊരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അവർ 50,000 രൂപ, 40,000 രൂപ, 30,000 രൂപ യഥാക്രമം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ യഥാക്രമം അമിത് കൊണ്ടുവന്നത് 50,000, ബാബു 40,000, ചാരു 30,000. ഓക്കെ, അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ, ലാഭം പങ്കിടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2:1. ഓക്കെ, അമിത്, ബാബു, ചാരു എന്നിവരുടെ റേഷ്യോ 3:2:1 എന്നുള്ളതാണ്. അമിതിന് എന്ത് ചെയ്യുന്നു? 1000 രൂപ മാസത്തിൽ സാലറി ലഭിക്കുന്നു, ബാബുവിന് 5000 രൂപ കമ്മീഷനും ലഭിക്കുന്നു. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയുന്നത്, ഇറ്റ് ഈസ് ആൾസോ പ്രൊവൈഡഡ്. വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. അതേപോലെ ഡ്രോയിങ്സ്, അമിതിൻ്റെ ഡ്രോയിങ്സ് 6,000, ബാബുവിൻ്റെ ഡ്രോയിങ്സ് 4,000, ചാരുവിൻ്റെ ഡ്രോയിങ്സ് 2,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 270 രൂപ അമിതിൻ്റെ ഡ്രോയിങ്സിന്, 180 രൂപ ബാബുവിൻ്റെ ഡ്രോയിങ്സിന്, 90 രൂപ ചാരുവിൻ്റെ ഡ്രോയിങ്സിന്. ഓക്കെ, ആ വർഷം അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35,660. ഇങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അതുപോലെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ചെയ്താൽ, എന്നിട്ട് നമ്മൾ തുടങ്ങുക. ക്വസ്റ്റ്യൻ നോക്കുക, നെറ്റ് പ്രോഫിറ്റ്. ക്വസ്റ്റ്യനിൽ നോക്കുക എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ് 35,660 അല്ലേ? അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് തുടങ്ങുന്നു. നെക്സ്റ്റ് ഇവിടെ വരുന്ന ഐറ്റാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്
അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര പാർട്ണർമാരുണ്ട് ഇവിടെ? 3. അമിത് എത്ര ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അമിതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര? 270. അതേപോലെ ബാബു 180, ചാരു 90, അങ്ങനെ ടോട്ടൽ 540. ഇത്രയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക. ഓക്കെ, ഇനി ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക നോക്കുക. ആദ്യം സാലറി ഇല്ലേ? അമിത് സാലറി. ക്വസ്റ്റ്യൻ നോക്കുക. അമിതിൻ്റെ സാലറി കാണാൻ പറ്റും. 1000 രൂപയാണ് മാസത്തിൽ, അല്ലേ? പെർ മന്ത് 1000ആണ്. അപ്പോൾ വർഷത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വർഷത്തിലേക്ക് മാറ്റണം. അപ്പോൾ 12 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു വർഷം അയാൾക്ക് കിട്ടുന്ന സാലറി 12,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് ബാബുവിൻ്റെ കമ്മീഷൻ. ബാബൂസ് കമ്മീഷൻ 5000 രൂപ പെർ മന്താണെന്ന് പറയുന്നില്ല, അതുകൊണ്ട് 5000 രൂപ പെർ മന്ത് ആണെങ്കിൽ 5000 × 12 ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ 5000 എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 ആൾക്കാരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണണം. അമിത്, ആദ്യം അമിത് 6% എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിൻ്റെ 6%. അപ്പോൾ അവരെത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക. അമിത് കോൺട്രിബ്യൂട്ട് ചെയ്തത് 5000 രൂപയാണ്. അപ്പോൾ 50,000 രൂപയുടെ 6% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും 3000 രൂപ. ഓക്കെ, അമിത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബാബു. ബാബു എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് നോക്കുക ക്വസ്റ്റ്യനിൽ? 40,000 രൂപ. 40,000 രൂപയുടെ 6% എന്ന് പറയുമ്പോൾ 4 6 24, 2400. മൂന്നാമത്തെ ചാരു കോൺട്രിബ്യൂട്ട് ചെയ്ത് എത്ര ക്വസ്റ്റ്യനിൽ നോക്കുക? 30,000 രൂപ. 30,000 × 6/100, 6% ആയതുകൊണ്ടാണ് 6/100, 1800 രൂപ. ഓക്കെ, 3000, 2400, 1800 രൂപ. ഇത്രയാണ് ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ടോട്ടൽ ചെയ്യാം, ഔട്ട് കോളത്തിലേക്ക് എഴുതാം. 7200 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വല്ല ഐറ്റം ഉണ്ടോ? എന്തായി? സാലറി ആയി, കമ്മീഷനായി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി. ഇത്രയാണ് ഉള്ളത്, അല്ലേ? ഇനി ഡ്രോയിങ്സ് ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പരിഗണിക്കൂല. നാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കാണിച്ച് തന്ന സമയത്ത് ഡ്രോയിങ്സ് അവിടെ എന്ത് ചെയ്തിട്ടില്ല? പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് ഡ്രോയിങ്സ് എന്ത് ചെയ്യാൻ പാടില്ല? പരിഗണിക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുന്നൊരു സാധനമാണ്, അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു? ഈ ഭാഗം കംപ്ലീറ്റ് കൂട്ടുന്നു. അപ്പോൾ കിട്ടും 36,200 എന്ന് കിട്ടും. 36,200. ഇവിടെ 12, അതുപോലെ 5000, 17 ഇവിടെ നോക്കുക. 12,000, 5,000, 7,200. ഇവിടെ 17,000, 24,200 എന്നേ വരുന്നുള്ളൂ. അപ്പോൾ 36,200 തന്നെയാണ് കൂടുതൽ. ബാക്കി എന്ത് ചെയ്യും? പാർട്ണർമാർക്ക് വീതിച്ചെടുക്കും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതാണ് അവർക്ക് വീതിക്കാനുള്ള പ്രോഫിറ്റ്. ബാക്കിയുള്ള പ്രോഫിറ്റ് ആയിരിക്കും അവർക്ക് വീതിക്കാനുള്ള പ്രോഫിറ്റ്. അത് എത്ര ഉണ്ടാകും? 36,200 നിന്നും 24,200 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 12,000. ഈ 12,000 ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവരുടെ ഇടയിൽ വീതിക്കേണ്ടത്. അപ്പോൾ അമിതിന് എത്ര കിട്ടും നോക്കുക. അമിത് ആകെ 12,000 ആണുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഇവിടെ റേഷ്യോ 3:2:1 എന്നുള്ളതാണ്, അല്ലേ? 3:2:1 എന്നുള്ളതാണ് ഇവരുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ അമിതിന് എത്ര കിട്ടും? 12. ഞാൻ ഇവിടെ കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ട്. 12,000 ഇൻറ്റു ആകെ 12,000 അല്ലേ? 12,000 ഇൻറ്റു അമിത് ആദ്യത്തെ ആളാണ് 3. അമിത് എന്ന് പറയുന്നത് ആദ്യത്തെ ആളാണ്. അപ്പോൾ 3 ബൈ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു 3 + 2 + 1, 3 2 5 1 6, അല്ലേ? അപ്പോൾ കാൽക്കുലേറ്ററിൽ അടിക്കുക, അല്ലെങ്കിൽ ഇത് വെട്ടും, ഇത് രണ്ടും വെട്ടി ചെറുതാക്കുക. അപ്പോൾ 2000. അപ്പോൾ ഇയാൾക്ക് എത്ര ഉണ്ടാവും? 6000 രൂപ. അപ്പോൾ തൽക്കാലം കാൽക്കുലേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കാണിക്കാം. ഞാൻ തൽക്കാലം ഇവിടെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കാണിക്കുന്നു. ഓക്കെ,
ഇനി ബി, അതായത് ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ബാബുവാണ്. ബാബു 12,000 രൂപയാണ് ആകെ പ്രോഫിറ്റ് ഉള്ളത്. ബാബുവിൻ്റെ റേഷ്യോ എന്താണ്? 2/3, 2, 5, 1, 6. ഓക്കെ, അപ്പോൾ ഈ 12ഉം ഈ 6ഉം വെട്ടി, അപ്പോൾ ഇവിടെ 2 4,000 രൂപ. അപ്പോൾ ബാബുവിന് എത്രയാണ്? 4,000 രൂപ. ഇനി നമ്മൾ പറഞ്ഞേ ചാരുവിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. എത്രയാണ് ബാക്കിയുള്ളത്? 2,000. ആ 2,000 എങ്ങനെ കിട്ടി വേണമെങ്കിൽ കാണിച്ചു തരാം. 12,000 ആകെ ഉള്ളത്. 1 ചാരുവിനുള്ളത്. 1/6. അപ്പം എന്തിട്ടും ഈ 12ഉം ഈ 6ഉം വെട്ടി, ബാക്കി ഇവിടെ 2, 2,000 × 1, 2,000. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം ഞാൻ അമിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. അമിത് അയാൾ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അമിത്സ് ക്യാപിറ്റൽ അല്ലേ? എത്രയാണ് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? നോക്കുക, ക്വസ്റ്റ്യൻ 50,000 രൂപയാണ് അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അയാൾക്ക് കിട്ടിയത് കംപ്ലീറ്റ് ഇവിടെ എഴുതും. എന്തൊക്കെ കിട്ടി അയാൾക്ക്? ശ്രദ്ധിക്കുക, സാലറി കിട്ടി അല്ലേ? അപ്പോൾ അമിത് സാലറി. എൻട്രി എന്താണ്? അമിത് സാലറി അക്കൗണ്ട് അപ്പ് ടു അമിത് ക്യാപിറ്റൽ അല്ലേ? എൻട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എത്രയാണ് എമൗണ്ട്? 12,000 രൂപയാണ് ക്യാപിറ്റൽ അല്ലേ? നെക്സ്റ്റ് അയാൾക്ക് എന്താ കിട്ടിയത് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ഉണ്ട് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000 രൂപ. ഓക്കെ, ഇനി അയാൾക്ക് എന്താ കിട്ടിയത് നോക്കുക. അയാൾക്ക് കമ്മീഷൻ ഇല്ല, മറ്റുള്ള റെമ്യൂണറേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് കിട്ടിയ എമൗണ്ട് അല്ലേ നമ്മൾ എടുത്ത് എഴുതുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എത്ര ഉണ്ട്? 6,000 രൂപ. ഷെയർ ഓഫ് പ്രോഫിറ്റ് 6,000 രൂപയാണ് അയാൾക്ക് കിട്ടുന്നത് ആ വർഷം. ഓക്കെ, ഇനി ഇയാളുടെ ക്യാപിറ്റൽ കുറയുന്നത് എന്തൊക്കെയാണ്? അതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്തൊക്കെയാണ്? ഡ്രോയിങ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കൂല. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യും? പരിഗണിക്കും. ഡ്രോയിങ്സ് എത്രയാണ് നോക്കുക. ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡ്രോയിങ്സ് എത്രയാണെന്നുള്ളത് അല്ലേ? 6,000 രൂപ. ക്വസ്റ്റ്യൻ നോക്കുക, 6,000 രൂപ ഡ്രോയിങ്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത്. 270 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അമിതിൻ്റെ ക്യാപിറ്റൽ വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാഷ് ഓർ ബാലൻസ് ബി ഡി ആണ് ഇവിടെ വരിക. റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ നമ്മളിവിടെ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. പിന്നെ കിട്ടിയത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് അതുപോലെ കമ്മീഷൻ ആൻഡ് അതർ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യേണ്ടത് മിക്കപ്പോഴും 2 ഐറ്റമാണ് വരിക, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ലോസ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും. ലോസ് ആണെങ്കിലും അയാൾ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുന്നത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ഭാഗത്താണ് എഴുതുക. അപ്പോൾ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആണ് ഇവിടെ സാധാരണ കേസിൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം. അപ്പം അമിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ എത്ര ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കുക, 62, 65, 71. ഹിയർ ആൾസോ 71. അപ്പോൾ എത്ര കുറവുണ്ട് നോക്കുക. ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എത്ര ഉണ്ട് നോക്കുക. അപ്പം ബാലൻസ് കിട്ടും 64,730. ബാബുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതേപോലെ ക്യാഷ് അവർ സെറ്റപ്പ്, പുതിയൊരു പാർട്ണർഷിപ്പ് ഫേം സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് എന്ന് എഴുതുന്നത്. റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഓക്കെ, കാരണം നെക്സ്റ്റ് ഇയറിൽ എന്താവും? ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് എഴുതുക. ബാലൻസ് ബ്രോഡൗൺ 64,730 അല്ലേ? നെക്സ്റ്റ് ഇയറിൽ ഇത് വെച്ചിട്ടാണ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ക്യാഷ് എത്ര ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക. ബാബു 40,000 അല്ലേ? ഇനി ബാബുവിനൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ബാബൂസ് കമ്മീഷൻ. എൻട്രി എന്താണ്? ബാബൂസ് കമ്മീഷൻ അക്കൗണ്ട്, ബാബൂസ് ക്യാപിറ്റൽ. എമൗണ്ട് എത്രയാണ്? 5,000 രൂപ. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും.
അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബാബുവിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര? 2400 അല്ലേ? അതേപോലെ ബാബുവിന് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇല്ല, വേറെ ഒന്നും കൂടുന്നതൊന്നുമില്ല. ഇനി ഡ്രോയിങ്സ്. ഓക്കെ, ഇവിടെ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാവും, മറക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഇയാളെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇയാൾക്ക് കൂടില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എത്രയാണ് ക്വസ്റ്റ്യനിൽ നോക്കുക? സോറി, എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നോക്കിയാൽ കിട്ടും 4000 രൂപ. ഓക്കെ, ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ നോക്കുക, ഡ്രോയിങ്സ് എത്രയുണ്ട് എന്നുള്ളത്. ബാബുവിൻ്റെ ഡ്രോയിങ്സ് 4000 രൂപ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 150 രൂപ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് സാധാരണ പോലെ ബാലൻസ് ചെയ്യുക. ആദ്യം ഈ ഭാഗം കൂട്ടുക. 45, 49, 51,400 അല്ലേ? ഇവിടെയും 51,400. ഇനി ഇവിടെ എത്ര കുറവുണ്ട് നോക്കുക. 4150 മൈനസ് ചെയ്യുക. നിങ്ങൾക്ക് 47,220 എന്ന് കിട്ടും. ഇത് എന്തായിരിക്കും? ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഇത് നമ്മളെന്ത് ചെയ്യും? അടുത്ത വർഷത്തേക്ക് പോകും. ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തുടങ്ങും 47,220 അല്ലേ? നെക്സ്റ്റ് ഇയറിൽ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. പ്ലീസ് ഡു യൂസ് സെൽഫ് ചാരൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.